ഹലോ എവ്രി വൺ, നമ്മുടെ സൺഡേ ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മള് ഡാൻസ് ഒക്കെ ചെയ്ത് എനർജി ഭയങ്കരമായിട്ട് കൂട്ടി. അപ്പൊ ഇതിൽ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ടീച്ചർ ചിരിക്കുന്ന പോലെ അതിമനോഹരമായി പുഞ്ചിരിക്കാൻ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കൂ. എന്റെ പഴയ സ്റ്റുഡൻസ് ഇതിലുള്ളവർ പറഞ്ഞു കൊടുക്കും, ടീച്ചർ ചിരിക്കുന്ന പോലെ ചിരിക്കണം, എന്ത് ചെയ്യണം? ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോ എല്ലാരും താങ്ക് യു, ലവ് യു, അടിപൊളി. ഓക്കെ, എല്ലാ വെബിനാറും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മള് നമ്മള് അതിമനോഹരമായി പുഞ്ചിരിക്കണമെങ്കിൽ ഇനി ടീച്ചർ ഒരു പാട്ട് തന്നെ പാടിത്തരണം. പാടാമല്ലോ, ടീച്ചറിന്റെ പാട്ട് പാടാൻ ചമ്മലൊന്നുമില്ല. അടുത്ത ലൈവിൽ വരുമ്പോ പറഞ്ഞാൽ കേട്ടോ, ലൈവിൽ പാടാം. ഓക്കെ, നമ്മുടെ ക്ലാസ് അല്ലേ. താങ്ക് യു ദീപ ഫോർ സജസ്റ്റിംഗ് ടുഡേയ്സ് സോങ്. ഇന്നത്തെ സോങ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഡാൻസ് ചെയ്തു എല്ലാരും. സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണം. സിൽവർ മെമ്പർഷിപ്പിൽ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും, ടീച്ചർ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ? യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് എപ്പോഴും നല്ല അതിമനോഹരമായിട്ട് പുഞ്ചിരിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ. അത് നമ്മള് അത്രയും ആ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മുടെ ഇന്നർ വേൾഡിൽ അത്രത്തോളം നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഔട്ടർ വേൾഡിൽ നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളവരാകുന്നത് നമ്മൾ ചിരിക്കുമ്പോഴാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, എന്ത് വന്നാലും ചിരിക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് കെട്ടി നടക്കും. നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴേ അല്ലെ, ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയാ, അവരുടെ ആ ഒരു വൈബിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇവരുടെ വൈബിൽ നിന്ന് വിട്ടുപോകരുത്, ഇവർ നമുക്ക് അത്രയും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അവരുടെ ആ ഒരു പ്രസൻസ് നമ്മൾ ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ചില ആൾക്കാർ അടുത്ത് വരുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെട്ടാൽ മതിയല്ലേ, അല്ലെങ്കിൽ ഇവര് നമ്മുടെ പ്രസൻസിൽ നിന്ന് പോയെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ രണ്ട് എക്സ്റ്റെന്റും വരുന്നത് ഒരു വ്യക്തിയുടെ പോസിറ്റിവിറ്റി, ഒരു വ്യക്തിയുടെ ഓറ എത്രത്തോളം സ്ട്രോങ് ആണ്. നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഓറ അത്രത്തോളം ബ്രൈറ്റ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവരൊരു മാഗ്നറ്റ് പോലെ എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയും സന്തോഷം വേണം. ഉള്ളിലെ ലോകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയണം. അപ്പൊ മാലിന്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് മനസ്സിനകത്ത് ഹാപ്പിനെസ് വരുമ്പോൾ ആ സന്തോഷം ഇങ്ങനെ വന്ന് മുഖത്ത് നല്ല സന്തോഷമായിട്ട് പ്രതിഫലിക്കും. അതാണ് ആ ഹാപ്പിനെസിന്റെ സീക്രട്ട്. പിന്നെ ഇവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾ ഹാപ്പിനെസ് താനേ വരും എന്നൊക്കെ അവരവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നമുക്ക് മനോഹരമായി പുഞ്ചിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഈ പറഞ്ഞ നെഗറ്റീവ് സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. അതൊക്കെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചിരിയും അതിമനോഹരമായി മാറും. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷന്റെ 7 റൂൾസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലില് സ്ക്രിപ്റ്റിങ്ങിന്റെ വീഡിയോ വൈറൽ ആയതോടുകൂടി എനിക്ക് തോന്നുന്നു 108K എന്തോ ആയി ആ വീഡിയോസിൽ. അതായത് 1,80,000 പേര് ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതൊക്കെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ വൈറലാകുക, അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക, അതുപോലെ തന്നെ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മള് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഫലിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. ടീച്ചർ എപ്പോഴും പറഞ്ഞില്ലേ, ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ ആരാധികയാണ്. കാരണം ലൈഫിൽ നേടിയിട്ടുള്ളതെല്ലാം മാജിക്കലി മിറാക്കുലസ്ലി ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നേടിയതാണ്. അപ്പൊ ഓരോന്നും ചെയ്ത് കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആരും കരയല്ലേ, ആരും വിഷമിക്കല്ലേ. ജീവിതത്തിലെ ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എത്ര മോശമാണെങ്കിൽ അതിനൊക്കെ അപ്പുറത്തൊരു ജീവിതം ഉണ്ട്. ഞാന് അത്രയും കരഞ്ഞു ജീവിച്ച് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ പഴിച്ചും ദൈവത്തെ പഴിച്ചും എന്നെ തന്നെ പഴിച്ചും എന്റെ കുറവുകൾ കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് സ്വയം കുറ്റപ്പെടുത്തിയും പഴിച്ചുമൊക്കെ ജീവിതം തന്നെ മതിയാക്കും. ഒരു ലൈഫിൽ ഒരു അവസ്ഥയൊക്കെ എത്തിയപ്പോ ഇനി മടുത്തു, ഈ ലൈഫ് മതിയാക്കാം. അങ്ങനെ ഞാന് സത്യം പറഞ്ഞാൽ എന്റെ ഇളയ മകനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അനുഭവിച്ച കുറേയധികം പ്രശ്നങ്ങൾ കാരണം മതിയാക്കാം എന്ന് പോലും കരുതിയിട്ടുള്ള അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയേറെ തളർന്നു പോയ അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ ജീവൻ ഞാനായിട്ട് ഒരിക്കലും എന്റെ ഒരു തെറ്റും കൊണ്ടൊരിത് വരരുത്. അത്രയേറെ ലൈഫിലെ സ്ട്രഗിൾസിലൂടെയും
പ്രശ്നങ്ങളിലൂടെ തീച്ചൂടയിൽ കിടന്ന് ഉരുകി 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 നീറി ഒലിച്ചിട്ടാണ് ഇന്ന് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും പലതരം പ്രശ്നങ്ങൾ. അത് ആ ഒരു പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റു പിന്മാറാതെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ള കാര്യം, തോൽക്കാൻ ആർക്കും പറ്റും. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളോട് പറയുക, എനിക്ക് തോക്കാൻ മനസ്സില്ല, ഞാൻ തോൽക്കേണ്ടവളല്ല അല്ലെങ്കിൽ തോൽക്കേണ്ടവനല്ല, എനിക്ക് തോക്കാൻ മനസ്സില്ല, ഒരു പരാജിതനെ പോലെ ഭൂമിയിൽ നിന്ന് പോകാൻ എനിക്ക് മനസ്സില്ല. ചിലരൊക്കെ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോ അങ്ങ് പോകാമെന്ന് കരുതി അങ്ങനെ ജീവിതം തന്നെ മതിയാക്കി പോകുന്നവരുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം പലർക്കും അറിയില്ല ആ ഒരു പ്രകാശം, നമ്മൾ അറിയുന്ന ആ ഒരു സന്തോഷം, നമ്മൾ അറിഞ്ഞ ഈ ഒരു സത്യത്തെ ലോകം മുഴുവൻ അറിയിക്കുക. കാരണം സത്യം പറഞ്ഞ ഓരോരുത്തർ അങ്ങനെയൊക്കെ ലൈഫ് മതിയാക്കുന്നതൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ അവർക്കൊന്നും നമ്മളിലേക്ക് കണക്ട് ആവാൻ പറ്റിയില്ലല്ലോ, പറ്റിയിരുന്നുവെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്തെ ആ ബ്യൂട്ടിഫുൾ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. നിങ്ങൾ എത്ര പേരിലേക്ക് ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അറിവുകൾ തരുന്ന വീഡിയോസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇത് കണ്ട് അവർക്ക് മനസ്സിലാക്കട്ടെ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റു പിന്മാറി ഒളിച്ചോടേണ്ടതല്ല. ജീവിതം എന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്താണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞത്, എന്ത് വന്നാലും അതിലെ നല്ലതിനെ കണ്ടെത്തുക. സാഹചര്യങ്ങൾ വരും, നമ്മളെ തളർത്തും, ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോകും, ചില സിറ്റുവേഷൻസ് ഒക്കെ വരും. പക്ഷെ അതൊക്കെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കുക, അതിനു മുന്നിൽ തോറ്റു പിന്മാറാൻ തക്ക ഒരു ഭീരുവല്ല ഞാൻ. അതിനെയൊക്കെ തരണം ചെയ്ത് അതിൽ നിന്നൊക്കെ എനിക്ക് ഉൾക്കൊള്ളേണ്ട പാഠം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കും. എന്റെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു, ഞാൻ പലരോടും അപേക്ഷിച്ചു നോക്കി, എനിക്ക് മുന്നിൽ ഒരു വാതിലും തുറന്നില്ല. എന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ സ്വന്തമായിട്ടൊരു വാതില് സൃഷ്ടിച്ചു, ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു ഓൺട്രപ്രണർ ലെവലിലേക്ക് എത്തി. ഞാനൊരു ജോലി ചെയ്ത് ചെറിയൊരു സാലറി ഇന്ന് ഞാൻ എന്റെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന സുജ ആർ മോഹൻ അക്കാഡമിയുടെ ഓണറായിട്ട് ഇന്ന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു. എന്റെ ഓഫീസിൽ എനിക്ക് വേണ്ടി സ്റ്റാഫുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. ഞാൻ എന്റെ അനുഭവങ്ങൾ ഓരോന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, പലരും പറയാറുണ്ട് ഒരു പെണ്ണാണ്, കേവലം ഒരു സ്ത്രീയാണ്, ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരും അബലയും ചബലയും ഒന്നുമല്ല, എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും. അത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ സ്ത്രീകളെ ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവരുടെയും കാര്യവും പറയുന്നത്, എല്ലാവർക്കും അതുപോലെ കഴിവുണ്ട്. അങ്ങനെ തോറ്റു പിന്മാറി ജീവിതത്തിൽ ഒരു പരാജയമായി മാറേണ്ടവരല്ല നമ്മൾ ആരും. ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഒക്കെ തരണം ചെയ്ത് ഞാൻ മുന്നോട്ടേക്ക് തന്നെ വെച്ച കാലം മുന്നോട്ട്, പിന്നോട്ടേക്ക് എടുക്കുന്ന ഒരു പരിപാടി. നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, നമ്മൾ മുന്നോട്ടേ പോകും. സാഹചര്യങ്ങൾ വരട്ടെ, ആ സാഹചര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ജീവിതത്തിൽ സാഹചര്യങ്ങൾ എല്ലാവർക്കും വരും. നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്ക് എന്നും ലൈഫിൽ അങ്ങ് സന്തോഷവും എല്ലാം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു ഭയങ്കരമായിട്ട് ബോറടിക്കും. ജീവിതം എന്താ എപ്പോഴും സന്തോഷവും രസമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ആ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഉണ്ടാവും. നമ്മൾ ആ പാഠങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ വന്നത് എന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ആലോചിക്കും, ടീച്ചർ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഓക്കെ, എനിക്ക് അത്രയ്ക്കുള്ള പൊട്ടൻഷ്യലൊക്കെ ഉള്ളൂ, ഒരു എംപ്ലോയി ആയിട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു പൊട്ടൻഷ്യലേ എനിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതല്ല, അതുക്കും മേലെ പോകാനുള്ള പവർ ഉണ്ട്. ഒരു എംപ്ലോയി അല്ലാതെ നിന്ന് ഉയർന്ന ഒരു ഓൺട്രപ്രണർ ആയ ഒരു സംരംഭകയായി നിരവധി പേർക്ക് സാലറി കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മളെ തിരിച്ചറിയാനായിട്ട് ആ സാഹചര്യം സഹായിച്ചില്ലേ? ഇതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ഇന്ന് ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, നിങ്ങൾ കരയുകയും വിഷമിക്കുകയും തളർന്നിരിക്കുകയും ചെയ്യല്ലേ. ഞാൻ ഇന്നലെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അതായത് നമ്മുടെ പല സാഹചര്യങ്ങളും നമ്മുടെ ചിറകുകൾ ഇങ്ങനെ വെട്ടി അരിഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിനെയൊക്കെ തുന്നി പിടിപ്പിച്ച് എനിക്ക് വിജയിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം, അതാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ഇതൊന്നുമല്ല സക്സസ് എന്ന് പറഞ്ഞാൽ, ഇതൊന്നുമല്ല. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പറയില്ല, ഇതൊക്കെ ഒരു ജസ്റ്റ് എ ബിഗിനിങ് മാത്രം.
നമുക്കിനി എത്ര ഉയരണമെന്ന് നമ്മൾ കരുതുന്നു, സ്കൈ ഈസ് യുവർ ലിമിറ്റ്. ആകാശമാണ് നിങ്ങളുടെ സീമ. ഒരിക്കലും നിങ്ങൾ എന്ത് സാഹചര്യം വന്നാലും അവിടെ നിർത്തരുത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. സാധാരണ അങ്ങനെ സിനിമയൊന്നും, ഒരു ഫുള്ള് സിനിമയൊന്നും കാണാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് ഇന്നലെ ആ സിനിമ അങ്ങനെ കാണണമെന്ന് തോന്നി. 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവര് ആ സിനിമയൊന്നും കാണുക. അപ്പൊ ഞാനത് ഹോട്ട്സ്റ്റാറിൽ, അതിന്റെ മലയാളമാണ് ഞാൻ കണ്ടത്. ഹിന്ദിയിലുള്ള സിനിമയാണെന്ന് തോന്നുന്നു. അതിന്റെ മലയാളം വെർഷനെ ഞാൻ കണ്ടു. അപ്പൊ അതില് ആ പയ്യൻ, ശരിക്കും പറഞ്ഞാൽ അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവനെ ആ സക്സസിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത് അവന്റെ ഉള്ളിലെ ആ വിൽ പവർ ആണ്. എനിക്കൊരു IPS ഓഫീസറായി മാറണം എന്നുള്ള അവന്റെ ആഗ്രഹത്തിന് മുന്നിൽ സത്യം പറഞ്ഞ വിധി പോലും കീഴടങ്ങണം. അവസാനം അവൻ പാസ്സായി എന്ന് പറയുമ്പോൾ തറയിൽ കിടന്നിട്ട് സാഷ്ടാംഗം പ്രണമിക്കുമ്പോ എന്റെ കണ്ണിലൂടെ കുടുകുടുകുട സന്തോഷ കണ്ണുനീരിങ്ങനെ വരുമായിരുന്നു. കാര്യം എനിക്ക് ആ പയ്യന്റെ ജീവിതമായിട്ട് എന്റെ ലൈഫിന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ജീവിതത്തിൽ വിജയിക്കണം, 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 അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോണം, അത്രയും ഒരു സ്പാർക്ക് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാവരോടും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് കിടപ്പുണ്ട്, അതിനെ എരിക്കണം. ഞാൻ ഇങ്ങനെ ഒരു പരാജിതനായിട്ട് പോയാൽ പോരെ, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കും ചെയ്യണം, എന്റെ ജീവിതത്തിൽ എനിക്കും വിജയിയാകണം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടി എനിക്കൊരു വിജയിയെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം, ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, വാട്ട് എവർ യു തിങ്ക് യു വിൽ അട്രാക്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് ആകർഷണ നിയമം പറയുന്നത്. അപ്പോ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന അവസ്ഥ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലെ, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നേടാൻ സഹായിക്കുന്ന 7 റൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിലെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ബി ക്ലിയർ അബൌട്ട് യുവർ ഗോൾസ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. പലർക്കും ലക്ഷ്യങ്ങൾ പോലും ഇല്ല. അല്ലെ, സിനിമയിൽ പറയുന്ന പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. രാവിലെ ആകുന്നു, വൈകിട്ടാകുന്നു, രാത്രി ആവുന്നു, കിടന്നുറങ്ങുന്നു, ഇങ്ങനെ പോകുന്നു. ഒരു 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 പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ ഒരു പാറ്റേണിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല, മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്നാൽ പറ്റൂല. കാര്യം എന്താണ്, ആ ഒരു അവസ്ഥയിൽ നിന്നാൽ നമുക്ക് വരാൻ പോകുന്ന ഭാവിയും വലിയ പ്രതീക്ഷ എന്ന് വെക്കേണ്ട അത്രയൊക്കെ കാണും. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് നേടണം എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്, എന്റെ ലൈഫിൽ എനിക്ക് നേടാനുള്ള കാര്യം ഇതാണ്, എനിക്കിത് വേണം, അത് നേടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും, നന്മയുടെ മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ അത് ഞാൻ നേടും. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട്, ഒരാളുടെയും കണ്ണീര് വീഴ്ത്തിക്കൊണ്ടല്ല ഞാനത് നേടുന്നത്. ശരിക്കും സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞാനത് നേടുമെന്നുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹം, ആ ഒരു ത്വര നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. എല്ലാവരുടെയും ഉള്ളിൽ ആ ത്വരയുണ്ട്, പക്ഷെ എവിടേക്കോ അത് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതിനെയൊക്കെ നല്ല ക്ലാരിറ്റി വരുത്തി കൃത്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾ തീരുമാനിക്കുക എനിക്ക് സക്സസ്ഫുൾ ആകണം, അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല. എന്താണ്, ഇപ്പോ ഒരു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്തി പറയുകയാണെങ്കിൽ, ഇപ്പോ I want to be a successful YouTuber with 100K subscribers by the end of this year. ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് 100K 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറായി ആ രീതിയിൽ എനിക്ക് സക്സസ്ഫുൾ ആകും. യെസ്, അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താ വേണ്ടത്? യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനകത്ത് 100K സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് നേടണം. അവിടെ ആ ആഗ്രഹത്തിനൊരു ക്ലാരിറ്റി വന്നു. അപ്പൊ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോ എപ്പോഴും ക്ലാരിറ്റി വേണം. എനിക്കൊരു വീട് വേണമെന്നല്ല, എവിടെ വീട് വേണം, എങ്ങനത്തെ വീട് വേണം, എത്ര റൂമുള്ള വീട്, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എനിക്കൊരു കാർ വേണം എന്നല്ല, ഏത് കാറാ വേണ്ട, ഏത് മോഡലാ വേണ്ട, BMW വേണോ, ബെൻസ് വേണോ, ബുഗാട്ടി വേണോ, നിങ്ങൾക്ക് ഏത് കാർ വേണം, ഏത് മോഡൽ വേണം, സൺറൂഫ് ഉള്ളത് വേണോ, ഇല്ലാത്തത് വേണോ, ഓട്ടോമാറ്റിക് വേണോ, ഗിയർ ഉള്ളത് വേണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ബി ക്ലിയർ അബൌട്ട് യുവർ ഗോൾസ്. ലക്ഷ്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
അതിലെ റൂൾ നമ്പർ 2 എന്ന് പറയുന്ന ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കും. പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അവനവനിൽ തന്നെ വലിയ വിശ്വാസമൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾക്ക് കുറെ സക്സസ് ഒക്കെ കിട്ടുന്നു, എനിക്ക് മാത്രം എന്താ കിട്ടാത്ത? ഞാനും ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അത് നടക്കാതെ വരുമ്പോ ഇതൊക്കെ ചുമ്മാതെയാ, പറ്റിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുകയല്ല ചെയ്യും. നമ്മൾ ഒരു കൃത്യമായ ഒരു ഗുരുവിന്റെ കീഴിൽ അത് അഭ്യസിക്കണം. അത് ഓരോ ദിവസത്തെയും പ്രാക്ടീസുകളായിട്ട് കൃത്യമായിട്ട് അഭ്യസിച്ച് മനസ്സിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി മനസ്സിനെ പോസിറ്റീവ് ആക്കി വൈബ്രേഷണൽ തലം ഉയർത്തിക്കൊണ്ട് ആ ഒരു ഡിവൈൻ അലൈൻമെന്റിന്റെ ആ ഒരു ജേണി, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബ്രേഷണൽ തലം ഉയരുമ്പോ തന്നെ ചെറവറ മാനിഫെസ്റ്റേഷൻ നടക്കും. അതിന് നല്ല വിശ്വാസം വേണം. നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അനന്തമായിട്ടുള്ള ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം. പലർക്കും ഒരു വിശ്വാസമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരാനുള്ള കഴിവുണ്ട്. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ അൺലിമിറ്റഡ് പവറിനെ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വേണ്ടത് എന്താണോ അത് ക്ലാരിറ്റിയിൽ കൊടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷൻസ് ഫോം ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് വേണ്ട രീതിയിൽ അതിനെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് നേടാൻ പറ്റും. 100-ൽ 110% അത് നടക്കുമെന്ന് എന്റെ ജീവിതത്തെ അറിയാവുന്നവർക്കറിയാം. കാരണം ലൈഫിൽ അത് ചെയ്ത് കാണിച്ചിട്ടാ പറയുന്നത്. ആര് ചോദിച്ചാലും ഇതൊക്കെ റിസൾട്ട് കിട്ടുമോ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചിട്ടാ പറയുന്നത്. അത് നടന്നിരിക്കും. ഓക്കെ, അപ്പോ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് കഴിയും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കും. ഒരു വ്യക്തി ചിന്തിക്കോ, എന്നെ കൊണ്ട് ഇതൊന്നും നേടാൻ പറ്റത്തില്ല, ഇതൊക്കെ എടുത്താ പൊങ്ങാത്ത വലിയ ഗോൾസ്, ഇതൊക്കെ എനിക്ക് പറ്റൂ? 100 കോടിയുടെ BA ബില്യനെയർ ആകാൻ 100 കോടിയുടെ സമ്പത്ത് ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഫീസ് വെച്ചപ്പോഴും പലരും 100 കോടിയുടെ സമ്പത്തോ, അതൊക്കെ എനിക്ക് പറ്റുമോ? എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര കോടിയുടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരു ബില്യനെയർ? ഞാൻ വീഡിയോയിലും പറയുന്നുണ്ട്, മില്ലനെയർ ആണ്, സെൽഫ് മെയ്ഡ് മില്ലനെയർ ആയിട്ടുണ്ടെങ്കിൽ ആ ബില്ലനെയറിന്റെ ജേണിയിലാണ്. അത് ടൈം ട്രാവൽ ചെയ്ത് അവിടെ എത്തണ്ടേ, ആ ഒരു താമസമേ ഉള്ളൂ. അപ്പോ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ 7000 രൂപ സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടീച്ചറിൽ നിന്ന് ഇന്നൊരു ഓൺട്രപ്രണർ ലെവലിലേക്കും ഇന്നൊരു മില്ലനിയറിലേക്കും എത്തിയെങ്കിൽ ബില്ലനിയറിലേക്ക് സുഗമമായി എത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ മനസ്സിനെ വലുതാക്കണം. മനസ്സിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലുതാക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ആദ്യം മാനിഫെസ്റ്റേഷൻ നടക്കുമ്പോഴേ ഒരു അത്ഭുതമുള്ളൂ, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. നടന്ന് പിന്നെ നമ്മുടെ മനസ്സിനങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ഇതെല്ലാം കഴിയും. അതിനാണ് സക്സസ് സ്റ്റോറി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ സക്സസ് സ്റ്റോറി വീഡിയോസ് കിടപ്പുണ്ട്. യൂട്യൂബ് ഷോർട്സിലാണെങ്കിലും ഞാൻ ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇടാത്തതാണ് ഇട്ടതിനേക്കാൾ കൂടുതൽ കിടക്കുന്നത്. അപ്പൊ അതിങ്ങനെ കാണുമ്പോൾ പലരുടെ ഉള്ളിൽ അവർക്കൊക്കെ ഇത് നടന്നില്ലേ, നമുക്ക് നടക്കുന്ന ഒരു വിശ്വാസം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സക്സസ് സ്റ്റോറി വീഡിയോസ് കാണാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ഞാൻ നേടും, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കുമെന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക. നമ്മളിൽ വിശ്വസിച്ച് ഈ ഭൂമിയിലുള്ള മനുഷ്യര് മൊത്തം നിങ്ങളോട് പറയാം നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഉടനെ എല്ലാരും പറഞ്ഞതല്ലേ ഞാൻ വിജയിക്കില്ലാന്നോ? ഒരു പറഞ്ഞാൽ സത്യമാണെന്നും പറഞ്ഞിരിക്കാതെ ആ പറയുന്നവരുടെ മുമ്പിൽ വിജയിച്ചങ്ങ് കാണിക്കും. അത് അവരോടുള്ള പക തീർക്കാനല്ല, പക്ഷെ നമ്മളെന്ന് പറയുന്ന അങ്ങനെ തോറ്റുപോകേണ്ട ഒരു വ്യക്തിയല്ല. നമ്മളോട് ഈ ഭൂമിയിലുള്ള സർവരും പറഞ്ഞാലും നമ്മൾ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്, എന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ എവറിത്തിങ് ഈസ് പോസിബിൾ. എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ സക്സസ് വിഷ്വലൈസ് ചെയ്യുക. അടുത്ത റൂൾ നമ്പർ 3 എന്ന് പറഞ്ഞ് വിഷ്വലൈസ് യുവർ സക്സസ് ആണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കാണേണ്ടത് ഒരു വിജയിയെ പോലെയാണ്. ഒരു വിജയിയായിട്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നിങ്ങൾ കുതിച്ചു ചാടി എനർജറ്റിക് ആയിട്ട് എപ്പോഴും, നേരത്തെ ചോദിച്ചില്ലേ ടീച്ചറിനെ പോലെ ചിരിക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു സ്മൈലിംഗ് ഫേസിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്വയം സന്തോഷമായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ വിഷ്വലൈസ് ചെയ്താൽ വാട്ട് എവർ യു തിങ്ക് യു വിൽ അട്രാക്ട്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ അതിനെ നിങ്ങൾ ആകർഷിക്കും. അപ്പോ നിങ്ങളെ ഒരു ശരിക്കും പറഞ്ഞ വിഷ്വലൈസേഷൻ ഇസ് എ വെരി വെരി പവർഫുൾ ടൂൾ. അപ്പൊ ലക്ഷ്യങ്ങൾ നേടി കഴിഞ്ഞതായിട്ട് മനസ്സിൽ എപ്പോഴും
ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുക, അത് ഫീൽ ചെയ്യുക, ആ ഒരു എക്സൈറ്റ്മെന്റ്. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് വരണം, നേടിക്കഴിഞ്ഞതായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കണം. നിങ്ങൾ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി നിൽക്കുന്നതായിട്ടും നിങ്ങൾ അവാർഡ് വാങ്ങിക്കുന്നതായിട്ടും ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണണം. നിങ്ങൾക്ക് യൂട്യൂബില് നിങ്ങൾക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയി, നിങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നു, അതൊക്കെ അൺബോക്സ് ചെയ്ത വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ട് മനസ്സിൽ ഇങ്ങനെ കാണണം. കണ്ണടച്ച് മനസ്സിനകത്ത് വിഷ്വലൈസ് ചെയ്യണം, കാണണം. ഇന്ന് കാണുന്ന കിനാക്കളെല്ലാം നാളെ റിയാലിറ്റി ആയി നിങ്ങളുടെ കൺമുന്നിൽ എത്തും, അത് ഉറപ്പാണ്. ഞാൻ ഒരിക്കൽ കണ്ട കിനാവ് അതിനേക്കാൾ മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള ലൈഫിലായി ഇന്ന് ടീച്ചർ ജീവിക്കുന്നത്. ജീവിച്ച് കാണിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആർക്കും പോസിബിൾ ആണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അനന്തമായ ശക്തി നിങ്ങളിലുണ്ട്. നമ്മൾ ഈ കസ്തൂരിമാന്റെ കഥ പറയുന്നു. കസ്തൂരിമാൻ അതിന്റെ നാഭിയിൽ കസ്തൂരി വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുക, ഈ മണം എവിടുന്നാ വരുന്നത്. ആ മണം അതിന്റെ നാഭിയിൽ നിന്നാണ് വരുന്നതെന്ന് അതിനറിയില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോ മനുഷ്യരും. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം, ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. അതിനെ റീപ്രോഗ്രാം ചെയ്തെടുത്ത് അതിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറത്തെ സക്സസ് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. അപ്പൊ റൂൾ നമ്പർ 4 എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കണം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വേർഡിൽ ലാസ്റ്റ് ആക്ഷൻ പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കാതെ കാര്യം നടക്കും. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ആക്ഷൻ എടുക്കണം. അപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. വെയിറ്റ് ലോസ് ചെയ്യണം ചിന്തിച്ചാൽ വെയിറ്റ് ലോസ് നടക്കില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് ഡയറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ രാവിലെ ഓടാൻ പോകണം, അതും അല്ലെങ്കിൽ ഒന്ന് നടക്കണം, എക്സസൈസ് ചെയ്യണം. എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ആക്ഷൻ എടുത്തില്ലെങ്കിലോ? അപ്പൊ പ്ലാനിങ് ഒരു സ്റ്റെപ്പ്. നിങ്ങൾ കൃത്യമായിട്ട് അതിനു വേണ്ടുന്ന പ്ലാനുകൾ തയ്യാറാക്കി ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കണം. പലരും ചിന്തിക്കുന്നത് മുഴുവൻ അങ്ങ് ലൈഫിൽ നടന്നു കഴിഞ്ഞ കുറേയധികം പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ച് അതിനകത്ത് വീണ്ടും ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് ജീവിതം മൊത്തം കുളമാക്കി വെച്ചേക്കുന്ന ഒരവസ്ഥ. പലരും നമ്മുടെ 1-to-1 സെഷനിലൊക്കെ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ടീച്ചർ ഡിപ്രഷൻ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവാണ്. ശരിക്കും അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിന്റെ റൂട്ട് എവിടെയാണ്. വേരോടെ എടുത്ത് കളയുമ്പോൾ പിന്നെ അവർക്ക് ആ ഒരു അവസ്ഥയില്ല. പിന്നെ അവർ ലൈഫിനെ ആ ഒരു സെലിബ്രേഷൻ അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം, പലരും വിചാരിക്കും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ. നമ്മൾ പലരും മനസ്സിന്റെ അടിമയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ലൈഫിൽ വലിയ വിജയങ്ങൾ നേടാൻ പറ്റാത്തത്. നമ്മൾ മനസ്സിന്റെ അടിമയാകാതെ നമ്മളുടെ അടിമയായി മാറണം നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിന്റെ ബോസായി മാറണം. നമ്മൾ മനസ്സിനോട് പറയും, നീ ഷട്ടപ്പ്, നീ മിണ്ടരുത്, നീ അല്ല ബോസ്, ഞാനാണ് ബോസ്, ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ, നമ്മളൊരു ആനയെ മെരുക്കി എടുക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റില്ല. അതാണ് നമ്മുടെ 30 days മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് 1 month എടുത്ത് ഇതിനെ മെരുക്കിയെടുത്ത് അതിനൊരു 90 days ഒക്കെ ആവുമ്പോഴാണ് അതൊരു പെർമനന്റ് ഹാബിറ്റ് ആവുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും മാജിക്ക് നടക്കില്ല. നമ്മൾ അതിനു വേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് നിരന്തരം ചെയ്യണം. നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നു. വല്ലപ്പോഴും മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ട് ഗുണമില്ല, എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യണം. പലരും പറയും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, നല്ല റിസൾട്ട് ആയിരുന്നു, പിന്നെ അത് വിട്ട് കഴിയുമ്പോൾ ഈ പ്രാക്ടീസ് മുടക്കി കഴിഞ്ഞാൽ ഞാനല്ല, നിങ്ങളെന്നല്ല, ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഈ പ്രാക്ടീസുകൾ, മെഡിറ്റേഷനും കാര്യങ്ങളും. നമ്മളിപ്പോ ഡെയിലി ബ്രഷ് ചെയ്യാറുണ്ട്, ഡെയിലി കുളിക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്തേ പറ്റൂ. അതുപോലെയാണ് നമ്മുടെ ഈ പ്രാക്ടീസ്. ഇത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലേക്ക് ഇറങ്ങരുത്. നമ്മൾ ഇതിനെ ഒരു അതിനൊരു ജീവിതചര്യയാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമാക്കി നമ്മൾ ഇതിനെ മാറ്റണം. ഇത് നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാ ദിവസത്തെയും നമ്മുടെ ഒരു റുട്ടീനാക്കി മാറ്റണം. അപ്പോഴാണ് ലൈഫില് മാറ്റം വരിക. ഇനി റൂൾ നമ്പർ 5 എന്ന് പറഞ്ഞ സ്റ്റേ പോസിറ്റീവ്. എന്ത് സാഹചര്യം വന്നാലും പോസിറ്റിവിറ്റിയെ മുറുകെ പിടിക്കുക. പല പ്രതിസന്ധികളും വരും ലൈഫില്, തോറ്റു പിന്മാറരുത്. എത്ര ടഫ് സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ജീവിതം നശിപ്പിക്കാമെന്നല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് എല്ലാവർക്കും സിറ്റുവേഷൻസ് ഒക്കെ വരും. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ നിങ്ങൾ അത് നോക്കുമ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്കുന്നതുകൊണ്ട് ടീച്ചറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ റെഡ് റോസസ് വിരിച്ച മെത്തയാണ്, അതുകൊണ്ടാണ് ടീച്ചറിന് എല്ലാം. അങ്ങനെയല്ല. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, എല്ലാവർക്കും. പക്ഷെ ആ സാഹചര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ആ സാഹചര്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ തളർന്നിരുന്നു പോയാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റും. പരാജിതന്റെ കൂടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല. എപ്പോഴും ലോകം വിജയിയുടെ കൂടെ നിൽക്കുള്ളൂ. അത് മറന്നു പോകരുത്. നമ്മൾ പരാജയപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമല്ലാതിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. ഇവൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മളെ ഇട്ടിട്ട് പോകും. പക്ഷേ നമ്മൾ വിജയിയായി കഴിയുമ്പോൾ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കൈയടിക്കും. നെഗറ്റിവിറ്റി കൊണ്ട് ഇന്ന് ആരും സക്സസിലേക്ക് എത്തിയില്ല. നെഗറ്റിവിറ്റി കൊണ്ട് നേടുന്നത്, ഈ കുപ്രസിദ്ധി കൊണ്ട് നേടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ശരിയായ മാർഗത്തിലൂടെ, നമ്മൾ പറയില്ലേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ 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 ഓരോ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോയി പതിയെ 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 ആ വിജയത്തിലേക്ക് എത്താം. നമുക്ക് ചിലര് യൂട്യൂബിലൊക്കെ എങ്ങനെയെങ്കിലും എനിക്കങ്ങ് യൂട്യൂബിൽ അങ്ങ് വൈറലാകണമെന്ന് കരുതി ചില സ്ത്രീകളൊക്കെ ഞാൻ കാണാറുണ്ട് എന്ത് തരം വീഡിയോസും ചെയ്യാൻ തയ്യാറാകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തു ചെയ്തും വൈറലാകണമെന്നല്ല. നല്ല മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ, നന്മയുടെ മാർഗത്തിലൂടെ നമുക്ക് വൈറലാകാൻ ഉള്ള. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ടീച്ചറിന്റെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നേരെ മറിച്ച് ഒരു നെഗറ്റീവ് വീഡിയോ ഒക്കെ വന്നാൽ കയറി അങ്ങ് വൈറലാവുകയാണ്. കാര്യം എന്താണ്? ഈ ലോകത്തൊരു 80-85% ഉള്ള ആളുകൾ നെഗറ്റീവാണ്. അവർക്ക് വേണ്ടത് എങ്ങനത്തെ വീഡിയോയാ? ഈ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. അങ്ങനെയുള്ള കണ്ടന്റിന് കൂടുതൽ കിക്ക് കിട്ടും. പക്ഷെ നമ്മൾ അതല്ല മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏത് രീതിയിലും എങ്ങനെയും നേടേണ്ട ഒന്നല്ല സക്സസ്. അത് നന്മയുടെ മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ, നന്മ ചെയ്തുകൊണ്ട് ഒക്കെ ഉള്ളതേ ഉള്ളൂ മതി. ഉള്ളത് മതി. ഉള്ളത് നമുക്ക് ആ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര വ്യൂസ് ഉണ്ടോ നമുക്ക് ഉള്ളത് മതി. നമുക്ക് ആരെയും ഒരു നെഗറ്റീവായ മെസ്സേജ് കൊടുത്തുകൊണ്ട്, ആരേക്കും ഒരു വേദന സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. നിങ്ങൾക്ക് അറിയാം ടീച്ചറിന്റെ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വേർഡ് അങ്ങനെ കേൾക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ, അഥവാ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റില്ല, അത് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പോസിറ്റീവ് വേർഡ് പറയുന്നത്. എപ്പോഴും നല്ല നമ്മളുടെ വൊക്കാബുലറി, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറി വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നല്ല രീതിയിൽ കയറി വരുമ്പോഴാണ്, അതാണ് ഏറ്റവും വേണ്ടത്. അല്ലാണ്ട് എന്ത് ചെയ്തും എനിക്ക് വിജയിയാകണം, എനിക്ക് എന്ത് ചെയ്തിട്ടും, ചിലര് പറയില്ലേ എനിക്ക് ആരെ പറ്റിച്ചും ആരെ തട്ടിച്ചും എങ്ങനെയും എനിക്ക് വിജയിക്കണം, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് മെന്റാലിറ്റി നിങ്ങൾ മാറ്റണം. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. സത്യമേ വിജയിക്കൂ, എന്നും നന്മയെ വിജയിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏത് രീതിയിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്ത് വിജയിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. റൂൾ നമ്പർ 6 പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പലരും പറയും ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കേട്ട് മടുത്ത ടേമാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ സത്യസന്ധമായി, ആത്മാർത്ഥമായി, എത്രത്തോളം നിങ്ങൾ പ്രപഞ്ചത്തോട് ചേർന്ന് ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ സൗഭാഗ്യങ്ങൾക്കും എത്രത്തോളം നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ? പോകുമ്പോഴും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇടയ്ക്കുള്ള ഈ ജീവിതത്തിൽ ലഭിച്ചത് എത്രയും ദൈവത്തിന്റെ ദാനമാണ്. എത്ര സക്സസ് തലയ്ക്കും മീതെ വന്നാലും ഒരിക്കലും നമ്മൾ അഹങ്കരിച്ചു പോകരുത്. കാരണം നമുക്കിതെല്ലാം തന്ന ആ പ്രപഞ്ചത്തോട്, നിങ്ങൾക്കറിയാം സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലൊക്കെ ടീച്ചർ ഡിക്ലറേഷൻ ഒക്കെ ചെയ്യിക്കുന്ന സമയത്ത് നന്ദി പറയുമ്പോൾ സ്റ്റുഡൻസ് പറയും അത്ര ഫീലോട് കൂടി. കാരണം എന്താണ്? അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് അത്രയും നന്ദി ഉണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തോട്. നന്ദിയുള്ളവനെ ദൈവം കൂടുതൽ നൽകത്തുള്ളൂ. അപ്പൊ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഉള്ളതിനൊക്കെയും നിങ്ങൾക്ക് നന്ദി പറയാ. ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത ചിന്തിക്കരുത്. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അപ്പൊ ഉള്ളതിനൊക്കെ നന്ദി പറഞ്ഞ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡിൽ നന്ദിയോടെ ജീവിക്കുക. നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റില്ലേ? ഇന്നലെ എത്രയോ പേര് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. തമ്പുരാനെ ഞാൻ എഴുന്നേറ്റല്ലോ ദൈവമേ നന്ദി. ഈ നിമിഷം എല്ലാവരും ദൈവത്തോട് നന്ദി പറയുക. കാരണം എനിക്ക് എഴുന്നേക്കാൻ പറ്റി, ഈ നിമിഷം വരെ എനിക്ക്
കാണാൻ പറ്റി. അപ്പോ നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോട്, നമ്മളെ സഹായിച്ചിട്ടുള്ളവരോട്, എല്ലാവരോടും എന്തിനോടും നമുക്ക് ഒരു നന്ദി വേണം. അങ്ങനെ നന്ദി എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഒരിക്കലും നമ്മളെ കൈപിടിച്ച് ഉയർത്തിയവരോടും ജീവിതത്തിൽ സഹായിച്ചവരോടും ഒക്കെ നന്ദി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവില്ല. കാരണം അവർക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. നമ്മളെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റുക. റൂൾ നമ്പർ 7 എന്ന് പറയുന്നത് ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ്. ലെറ്റ് ഗോ ചെയ്തേക്കുക. ചിലപ്പം ചിലർ പറയില്ലേ അങ്ങ് ലെറ്റ് ഗോ ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ലെറ്റ് ഗോ? ലെറ്റ് ഗോ എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും അതിന്റെ റൈറ്റ് ടൈമിൽ നടക്കും. ഇന്നലെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ടീച്ചർ എല്ലാവരും ക്ലാസ്സിൽ സക്സസ് സ്റ്റോറി പറയുന്നു, എനിക്ക് മാത്രം പറയാനൊന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റേഷനിലേക്ക് നോക്കല്ലേ, നമ്മൾ നോക്കേണ്ടത് ഏതിലേക്കാ? നമ്മൾ ഹാപ്പിയാണോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യുന്നുണ്ടോ, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, ആഘോഷിക്കുന്നുണ്ടോ? അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. മാനിഫെസ്റ്റേഷനൊക്കെ അതിന്റെ വഴിക്ക് അതിന്റെ സമയമാവുമ്പോൾ നടന്നുകൊള്ളും. നമ്മൾ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ചിന്തിച്ച് അതെല്ലാം ഒഴിവാക്കിയിട്ട് അയ്യോ എനിക്ക് എന്തായാലും നടക്കാത്ത, ബാക്കിയെല്ലാം ഈ കമ്പാരിസൺ ഇതെല്ലാം നിർത്തിയിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാലും ഒരു സ്റ്റുഡന്റ് PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആ സ്റ്റുഡന്റ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ PSC പരീക്ഷ ഏതാണ്ട് 1,00,000 പേരിൽ പുറത്തെഴുതുന്ന ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ, എനിക്കത് കിട്ടുമോ എന്നോ. ഞാൻ ഇരട്ട വിളക്ക് കിടന്ന് പഠിക്കുന്നു. PSC എഴുതുന്നവർക്ക് അറിയാമല്ലേ, ഞാനും ഇതുപോലെ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അത് ഒഴിഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സീറ്റെങ്കിലും ഉണ്ടല്ലോ അത് എനിക്കുള്ളത്. അത്രയും സ്ട്രോങ് ബിലീഫ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അതിനെയൊക്കെ ആഗ്രഹിക്കുക. ഇനി അതൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനോ വിഷമോ വരുന്നത്, നിങ്ങൾ തന്നെ ലെറ്റ് ഗോ ചെയ്തേക്ക്, വിട്ടേക്ക്. നിങ്ങളുടെ ഫോക്കസ് അതിൽ നിന്ന് വിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക, വേറെ ഏതെങ്കിലും കാര്യത്തിലോട്ട് ഫോക്കസ് കൊടുക്കുക. ചില പെൺകുട്ടികൾ അവരുടെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഞാൻ പറയൂ എന്റെ കല്യാണം എന്താ നടക്കാത്ത, എപ്പോഴാ നടക്കുന്നത്, നടക്കുമോ, ഞാൻ ഇങ്ങനെ നിന്ന് പോകും എന്നൊക്കെയുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ കാരണമാണ് കൂടുതൽ അത് നടക്കാതെ. ഞാൻ പറഞ്ഞു നിങ്ങൾ അത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കും. അപ്പൊ ഇവര് മണി മാനിഫെസ്റ്റേഷനിലൊക്കെ ഫോക്കസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വിവാഹം നടക്കുകയാണ്. അപ്പൊ നമ്മള് മിക്കവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പാസ്റ്റില് കഴിഞ്ഞുപോയ കാലത്തില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് അതിനെ അയവിറക്കി ജീവിക്കണം. അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ഈ നിമിഷത്തില് മൈൻഡ്ഫുൾനെസ്സിൽ ജീവിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കാം. അത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഗോളിനോട് നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആണെങ്കിൽ, കാര്യം ആ ഗോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നടക്കൂ ഇല്ലെന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷനൊക്കെ വരും, നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞ് അതിനെ അങ്ങ് പ്രപഞ്ചശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച എന്റെ പ്രപഞ്ചം നടത്തില്ല, അത് ഞാൻ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കും, ലെറ്റ് ഗോ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞ ശേഷം ആൻഡ് ലീവ് ദ റെസ്റ്റ് യൂണിവേഴ്സ്, ബാക്കി യൂണിവേഴ്സ് അതിൽ മാജിക്ക് പ്രവർത്തിച്ചുകൊള്ളും. ട്രസ്റ്റ് ദ പ്രോസസ്, എവറിത്തിങ് വിൽ വർക്ക് ഔട്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ട, പ്രപഞ്ചം എനിക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.